ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ പലതരം സമരങ്ങൾ നടക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ബസ് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സമരം, പെട്രോൾ വില വർധന എതിരെയുള്ള സമരം, വ്യാപാരികളുടെ സമരം, അങ്ങനെ പലതരം സ്ട്രൈക്കുകൾ. പക്ഷേ ഇതിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് വ്യാപാരികളുടെ സമരമാണ്. എന്ത് കാരണം കൊണ്ടായാലും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്നാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. ലോക്ക്ഡൌൺ സമയത്ത് പല ബിസിനസ്സുകാരുടെയും ദുരവസ്ഥകൾ നമ്മൾ കണ്ടതാണ്. ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അതിനുണ്ടാവുന്ന നഷ്ടം അയാളെ മാത്രം ബാധിക്കുന്ന ഒന്നായിരിക്കാം. ഒന്നിലധികം പേർ ചേർന്ന് നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കും. ഒരുപക്ഷെ നഷ്ടം സംഭവിച്ചത് പാർട്ട്നേഴ്സിൽ ഒരാളുടെ കുഴപ്പം കൊണ്ട് മാത്രമായാലോ ആ നഷ്ടം മറ്റുള്ളവർ കൂടി സഹിക്കേണ്ട കാര്യമുണ്ടോ? വെൽക്കം ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോ. 1980കളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ടെക്സസിൽ റിയൽ എസ്റ്റേറ്റ്, എനർജി തുടങ്ങിയവയുടെ വിലകളിൽ വൻ തകർച്ച സംഭവിക്കുകയുണ്ടായി. ഈ തകർച്ച ബാങ്കുകളുടെ സേവിങ്സിന്റെയും ലോൺസിന്റെയും പ്രവർത്തനഗതിയുടെ പരാജയങ്ങൾക്ക് വഴിതെളിച്ചു. തുടർന്ന് ബാങ്കുകൾക്ക് ഉപദേശം നൽകുന്ന അഭിഭാഷകരിൽ നിന്നും അക്കൗണ്ടന്റ്മാരിൽ നിന്നും ആസ്തികൾ പിടിച്ചെടുത്ത് ഈ തകർച്ച നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. കാരണം നിയമ അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളിലെ പാർട്ട്നേഴ്സ് അവരെ വ്യക്തിപരമായി പാപ്പരാക്കുന്ന വലിയ ക്ലെയിമുകൾക്ക് വിധേയരായിരുന്നു. കൂടാതെ ഈ പാർട്ണർഷിപ്പിലെ നിരപരാധികളായിരുന്ന അംഗങ്ങളെ ബാധ്യതയിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ആദ്യമായി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLP നിയമങ്ങൾ പാസാക്കുകയുണ്ടായി. LLPയെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, എങ്കിലും നമുക്ക് ചെറിയൊരു അവലോകനം നടത്തി നോക്കാം. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLPയിൽ ചില പങ്കാളികൾക്ക് അല്ലെങ്കിൽ മുഴുവൻ പങ്കാളികൾക്കും പരിമിതമായ ബാധ്യതകളാണ് ഉള്ളത്. അത് അവരുടെ അധികാര പരിധിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരു LLPയിൽ ഒരു പാർട്ണറുടെ തെറ്റായ പ്രവൃത്തിക്കോ അശ്രദ്ധയ്ക്കോ മറ്റ് പാർട്ട്നേഴ്സ് ഉത്തരവാദികളോ ബാധ്യസ്ഥരോ ആവുന്നില്ല. ഒരാളുടെ പ്രവൃത്തികൾ മൂലമുണ്ടാവുന്ന ബാധ്യതയ്ക്ക് മറ്റുള്ളവർ ബാധ്യസ്ഥരായിരിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ LLP എന്ന നിയമസാധ്യതയുള്ള ആശയത്തിന് വലിയ പ്രചാരം ലഭിച്ചു. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ചില രാജ്യങ്ങളിലെ ലിമിറ്റഡ് പാർട്ണർഷിപ്പിൽ നിന്നും വ്യത്യസ്തമാണ്. LLPയിൽ എല്ലാ പാർട്ണേഴ്സിനും പരിമിതമായ ബാധ്യത ഉണ്ടാകുമ്പോൾ ലിമിറ്റഡ് പാർട്ണർഷിപ്പിൽ ഇത്തരത്തിലുള്ള പരിമിതമായ പങ്കാളിത്തത്തിന് ഒരു പരിധിയില്ലാത്ത പങ്കാളി അഥവാ അൺലിമിറ്റഡ് പാർട്ട്നേഴ്സിനെ അത്യാവശ്യമായി വരും. ഇത് മറ്റ് പാർട്ട്നേഴ്സിനെ കൂടുതൽ സജീവമായി പ്രവർത്തിപ്പിക്കാനും പരിമിത ബാധ്യതാ നിക്ഷേപത്തിന്റെ പങ്ക് ഏറ്റെടുക്കുവാനും അനുവദിക്കുന്നു. ചില രാജ്യങ്ങളിൽ ഒരു LLPക്ക് പരിധിയില്ലാത്ത ബാധ്യതയുള്ള ഒരു പൊതു പങ്കാളി അഥവാ ജനറൽ പാർട്ട്ണർ എന്നറിയപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. 2000 LLP ആക്ട് സെക്ഷൻ 1 ക്ലോസ് 2 പ്രകാരം ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോഡി കോർപ്പറേറ്റ് ആയി മാറുന്നു. തുടർന്ന് അതിലെ അംഗങ്ങളിൽ നിന്നും വേറിട്ട നിയമപരമായ വ്യക്തിത്വവും അവകാശങ്ങളും ബാധ്യതകളും കൈവരുന്നു. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008 സെക്ഷൻ 3 അനുസരിച്ച് ഒരു LLP എന്നത് നിയമത്തിന്റെ കീഴിൽ രൂപീകരിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇത് അതിന്റെ പങ്കാളികളിൽ നിന്നും വേറിട്ട വ്യക്തിത്വമുള്ള ഒരു നിയമപരമായ സ്ഥാപനമാണ്. ശാശ്വത പിന്തുടർച്ച അഥവാ പെർപെച്വൽ സക്സഷൻ. ഒരു സാധാരണ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ നിന്നും വ്യത്യസ്തമായി ഒന്നോ അതിലധികമോ പങ്കാളികളുടെ റിട്ടയർമെന്റ്, പാപ്പരത്വം അല്ലെങ്കിൽ മരണം എന്നിവയ്ക്ക് ശേഷവും LLPക്ക് അതിന്റെ നിലനിൽപ്പ് തുടരാനാവും. കൂടാതെ LLPക്ക് കരാറുകളിൽ ഏർപ്പെടുവാനും അതിന്റെ പേരിൽ സ്വത്തുക്കൾ കൈവശം വയ്ക്കുവാനും സാധിക്കും. ഒരു കോർപ്പറേഷനോ കമ്പനിയോ എന്ന പോലെ തന്നെ LLPയും നിയമം അനുശാസിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. LLP അതിന്റെ ആസ്തികൾ പൂർണ്ണമായും ബാധ്യസ്ഥമാണ്. LLPയുടെ ലോണുകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ ഓരോ പാർട്ട്നേഴ്സിന്റെയും വ്യക്തിപരമായ ബാധ്യതയായി കണക്കാക്കപ്പെടുന്നില്ല. LLP ഒരു മ്യൂച്വൽ ഏജൻസിയാണ്. LLPയിലെ എല്ലാ പാർട്ട്നേഴ്സും ഏജന്റുമാരുമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ ഒരു പാർട്ട്ണറുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്നില്ല. LLPയിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള എഗ്രിമെന്റ് എന്നത് എല്ലാവരുടെയും അവകാശങ്ങളെയും കടമകളെയും നിയന്ത്രിക്കുന്ന ഒന്നാണ്. കൂടാതെ പാർട്ട്നേഴ്സിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കരാർ രൂപപ്പെടുത്തുവാനും കഴിയും. അത്തരമൊരു കരാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ LLP നിയമമാണ് എല്ലാ പാർട്ട്നേഴ്സിന്റെയും അവകാശങ്ങളെയും കടമകളെയും നിയന്ത്രിക്കുന്നത്. LLPയെ ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ അഥവാ കൃത്രിമ നിയമപരമായ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഒരു വ്യക്തിക്കുള്ള എല്ലാ അവകാശങ്ങളും LLPക്കും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന് തീരുമാനിക്കുകയാണെങ്കിൽ LLPക്ക് ഒരു പൊതുമുദ്ര അല്ലെങ്കിൽ കോമൺ സീൽ സ്വീകരിക്കാവുന്നതാണ്.
അങ്ങനെ വേണമെന്ന് നിർബന്ധവും ഇല്ല. ഇനി ഒരു കോമൺ സീൽ ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. കൂടാതെ LLPയുടെ കുറഞ്ഞത് 2 നിയുക്ത പങ്കാളികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ കോമൺ സീൽ പതിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു LLP പാർട്ട്നേഴ്സിന്റെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ എണ്ണം എത്രയെന്ന് നോക്കാം. ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് കുറഞ്ഞത് 2 പങ്കാളിയെങ്കിലും നിയുക്ത പങ്കാളിയായി ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ഒരു നിയുക്ത പങ്കാളിയെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. LLPയുടെ പരമാവധി പാർട്ട്നേഴ്സിന്റെ എണ്ണത്തിന് പരിധിയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ആവശ്യങ്ങൾക്കായി LLP രൂപീകരിക്കാൻ സാധ്യമല്ല. ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ നിയമാനുസൃതമായ ഒരു ബിസിനസ് നടത്തുന്നതിനാണ് LLP രൂപീകരിക്കുന്നത്. ഒരു LLPയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണുള്ളത്. ഒരു സ്വകാര്യ കമ്പനിക്കോ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു പബ്ലിക് കമ്പനിക്കോ ഒരു സ്ഥാപനത്തിനോ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് LLP ആയി കൺവേർട്ട് ചെയ്യപ്പെടാവുന്നതാണ്. ഇനി ഒരു LLP രൂപീകരിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. LLP വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് വളരെ ഡീറ്റെയിലും ലീഗലുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആവശ്യമായി വരുന്നില്ല. മാത്രമല്ല വളരെ ചെറിയ ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ലാതെ തന്നെ ഒരു LLP പിരിച്ചുവിടുവാനും കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അഥവാ LLPയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ പറയുന്ന കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ അറിവ് പകരുന്ന മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സ്റ്റേ സേഫ്, സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.